ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കിച്ചണിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കിച്ചണിലാണ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? മോർണിംഗില് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ഇന്നിപ്പോ സൺഡേ ആണ്, അത് കാരണം ജോലിക്കൊന്നും പോവാനില്ല. ഇന്ന് കുറച്ച് മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ആട്ടി വെച്ചത്. അപ്പൊ അതെടുത്ത് ദോശ ചുടാന്ന് കരുതി. അപ്പൊ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ തടവി കൊടുത്തു. ഇനി നമുക്ക് മാവ് ഒഴിക്കാട്ടോ. അങ്ങനെ ദോശ ചുടട്ടെ. ചായ വെക്കാനുണ്ട്. പിന്നെന്താണുള്ളത്? ചായ വെക്കണം, നമുക്ക് ചട്നി ഉണ്ടാക്കണം. ദോശയിലേക്ക് ചട്നിയാണേ. ചട്നി ഉണ്ടാക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. എന്തായാലും ഉണ്ണിക്കുട്ടൻ ട്യൂഷൻ ഉണ്ടേ. അപ്പൊ ട്യൂഷന് പോകുമ്പോഴേക്ക് അവന് ചായ കൊടുക്കണ്ടേ. പിന്നെ ഉച്ചവരെ ഉള്ളൂ ട്യൂഷൻ. അപ്പൊ അതുകൊണ്ട് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മറ്റേത് വൈകുന്നേരം വരെ ഉണ്ടാവാറുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം 3:30 വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ചോറ് കൊണ്ടുപോകാറാണ് പതിവ്. 2 ദിവസമായിട്ട് അങ്ങനെ ഇല്ല. നേരത്തെ തുടങ്ങും, എന്നിട്ട് ഒരു 1:45 വരെ വിടും. അങ്ങനെ ദോശയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ദോശ ഒരു ഭാഗത്താവുന്നുണ്ട്. അപ്പോഴേക്ക് ചായക്ക് വെള്ളം വെച്ചു. ചായ വെക്കട്ടെ കേട്ടാ. അത് കഴിഞ്ഞ് ചോറ് വെക്കണം, കറി വെക്കണം. കറി മുരിങ്ങക്കായ കറി, ഇന്നലത്തെ രാത്രി വെച്ച മുരിങ്ങക്കായ കറി ഉണ്ട്. അപ്പൊ അതൊന്ന് തിളപ്പിക്കണം. പിന്നെ വേണമെങ്കിൽ മീൻ ഇരിക്കുന്നുണ്ട്, പുതിയാപ്ലക്കോരയാണ്. അപ്പൊ അത് ഒരു 2 എടുത്ത് ഫ്രൈ ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല. അപ്പൊ രാവിലെ ഞാനിപ്പോ എന്തായാലും ദോശ ചുടുന്നത് എന്തെങ്കിലും ഒരു വീഡിയോയിൽ എന്തായാലും എടുക്കണല്ലോ. അപ്പൊ ദോശ ചുടുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താന്ന് കരുതി. ഓക്കെ. പിന്നെ വേറെന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും എഴുന്നേറ്റില്ലേ? ചായ കുടിച്ചോ? ഇപ്പൊ വീഡിയോ വരുന്ന സമയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന രാത്രിയിലായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ സമയം ഒന്ന് മാറ്റി. മറ്റേത് ഉച്ചയ്ക്കല്ലേ ഇട്ടിരുന്നത്, 12:30. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 7 മണിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ലത് തോന്നി. കാരണം 12:30 ആവുമ്പോൾ ഞാൻ സ്കൂളിലായിരിക്കും. ആ സമയത്ത് ചില സമയം നമ്മളെ ഷെഡ്യൂൾ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. സ്കൂളിൽ പോയാൽ പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നോക്കാനും പറ്റില്ല. ഇത് അപ്ലോഡ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിടുന്നതാ. അത് നിങ്ങൾക്ക് എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചില ദിവസം കാരണം ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പോയിട്ടേ ഉണ്ടായിരിക്കില്ല. കാരണം AM ഉം PM ഉം മാറി കിടന്നുണ്ടായിരിക്കും. അതറിയാതൊക്കെ സംഭവിക്കുന്നതാ. ചില ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ഷെഡ്യൂൾ ചെയ്തതിൽ മാറ്റം വരും. എനിക്കാണെങ്കിൽ ആ ഡേറ്റ് കറക്റ്റ് ടൈമിന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. വീഡിയോസൊക്കെ നിങ്ങളിൽ എത്തേണ്ടത് ഒരു എന്താ പറയുക, ഒരേ ടൈമിന് ഇങ്ങനെ എത്തുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കൊന്ന് വീഡിയോ പോയോ ഇല്ലയോ എന്ന് നോക്കാൻ പോലും സമയം കിട്ടുകയില്ല, പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 7 മണിക്ക് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയൊക്കെ നമ്മളെ വീഡിയോ 7 മണിക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു 4, 5, 6 ദോശയോളം ഉണ്ടാക്കിട്ടോ. ഇനി അതിലേക്ക് നാളികേരം ചിരകണം. ഉണ്ണിക്കുട്ടനോട് 2 നാളികേരം പൊളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവൻ പൊളിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അന്നേരം നമ്മൾ ചിരകി ചട്നി ഉണ്ടാക്കും. അപ്പൊ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് നല്ലോണം തിളയ്ക്കുമ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഇറക്കി വെക്കും. എല്ലാവർക്കും അറിയുന്നതാ, വെറുതെ പറയുക കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെ ചെയ്യുമ്പോ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണ്ടേന്ന് കരുതി പറയുന്നതാണ്. ചായ ഉണ്ടാക്കാൻ അറിയാത്തവരാരുള്ളത് അല്ലേ? ഫ്രൈ പാൻ അല്ലേ എന്ന് കരുതി ഞാൻ എണ്ണ തേക്കാതെ ദോശ ചുടാറില്ല കേട്ടാ. കാരണം ഇതിൽ തന്നെ എല്ലതും ചെയ്യാറ്. കറി വെക്കണ, ഫ്രൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു പാനിലാണ്. അപ്പോ ആദ്യമൊക്കെ എണ്ണ തടവാതെയായിരുന്നു ദോശ ചുട്ടിരുന്നത്. അപ്പൊ കിട്ടിയിരുന്നു. ഇപ്പൊ എണ്ണ തേച്ചാലേ കിട്ടുള്ളൂ. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പൊ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കും. ഇപ്പൊ വെളിച്ചെണ്ണക്ക് എന്താ റേറ്റ് അല്ലേ? അപ്പൊ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയുണ്ട്, അത് അത്യാവശ്യത്തിന് മാത്രം എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. കണ്ടോ നമ്മുടെ ദോശ? ഞാൻ ട്രൈപോഡ് ഒന്ന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. എന്റെ ഇതിപ്പോ ഇങ്ങനെ ഇളകിന്നൊന്നും വിചാരിക്കണ്ട, ഭൂമി കുലുക്കൊന്നുമല്ല. ഞാന് ട്രൈപോഡ് ഒന്ന് ശരിക്ക് വെച്ചതാണ്.
നല്ല ട്രൈപോഡായ കാരണേ ഇടയ്ക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.